പാഠം 744. ചില തകിടം മറിച്ചിലുകൾ. ഹലോ, അതെ സത്യഭാമയാണ്. ആ സത്യപാല, ഞാൻ അങ്ങോട്ട് വിളിക്കാതിരിക്കായിരുന്നു. ഇന്ന് ഞാൻ ലീവാ. വിദ്യയെ വിളിച്ച് പറഞ്ഞിരുന്നല്ലോ. അതെ, എന്നോട് ലോ കോളേജിൽ പഠിച്ച സുമംഗലയുടെ വീടിന്റെ പാലുകാച്ചല. ഞാനും മോഹനേട്ടൻ കൂടി ഒരു 11 മണിയാകുമ്പോഴേക്കും പോവും. മോഹനേട്ടൻ കൂടെ വരുന്നുണ്ട്. അതല്ലേ വലിയ തമാശ. ഒരിക്കലും ഒരു പരിപാടിക്കും കൂടെ വരാത്ത മോഹനേട്ടൻ ഇന്നത് സമ്മതിച്ചു. അതെ അതെ, സത്യം പറഞ്ഞ ഞാൻ ഭയങ്കര സന്തോഷത്തിലായിപ്പോ. ശരി, നാളെ കാണാം. മോഹനേട്ടാ, വക്കീലാഫീസ് സത്യവാലനായിരുന്നു. സുമംഗലയുടെ വീടിന്റെ പാലുകാച്ചലിലും മോഹനേട്ടൻ എന്റെ കൂടെ വരുന്നു പറഞ്ഞിട്ട് ഒരാളും വിശ്വസിക്കുന്നില്ലെന്ന്. മോഹനേട്ടൻ അങ്ങനെയൊന്നും വരുന്ന ഒരാളല്ലല്ലോ. അതാണ് എല്ലാവർക്കും അതിശയം. ഇത്തവണ ഞാൻ വരുന്നത് സന്തോഷം കൊണ്ടൊന്നുമല്ലല്ലോ, എന്റെ നിവൃത്തിയോടെ സമ്മതിച്ച. പക്ഷെ അങ്ങനെ കഷ്ടപ്പെട്ട് സമ്മതിച്ചാണെന്നൊന്നും ഞാൻ ആരോടും പറയാൻ പോണില്ല. എല്ലാരും കരുതിയിരിക്കുന്നത് മോഹനേട്ടന്റെ സ്വഭാവം അങ്ങ് നന്നായിന്ന. ഇന്നൊരു പാലുകാച്ചലിന് മോഹനേട്ടൻ എന്നോട് വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത 2 കൊല്ലത്തേക്ക് എനിക്ക് പറഞ്ഞു നിൽക്കാൻ ഒരു കാരണമായി. സാധാരണ എവിടെ ചെന്നിട്ടുണ്ടെങ്കിലും മോഹനർഷം വന്നില്ലേ ഭാബേ, മോഹനർഷം വന്നില്ലേ, വില്ലേജ് ഓഫീസർക്ക് ഇത്രയ്ക്ക് തിരക്കാണോ എന്നൊക്കെയാണ് ആളുകൾ ചോദിക്കാറുള്ളത്. ഇന്നെന്തായാലും സുമംഗലയുടെ വീട്ടിൽ ഞാനൊരു കലക്കും. കലക്കുന്നതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ ഏതെങ്കിലും വായി നോക്കി വന്ന് അവിടെ വെച്ച് എന്നോട് മെക്കിട്ട് കയറാൻ വന്നാ എന്റെ സ്വഭാവം മാറും. അതുപോലെ കള്ളു കുടിച്ച് ഏതെങ്കിലും ഒരാൾ എന്നോട് സംസാരിക്കാൻ വന്നാ ഞാൻ അറിയാൻ പോകും. എന്താണ് മോഹനേട്ടി പറയുന്നത്? 10,000 പേര് വരുന്ന ഒരു പരിപാടിയല്ലേ. അവിടെ കള്ളു കുടിക്കുന്നവരുണ്ടാവും, കള്ളു കുടിക്കാത്തവരുണ്ടാവും. അതൊന്നും നമ്മുടെ പ്രശ്നമല്ലല്ലോ. ആരേലും കള്ളു കുടിച്ചിട്ട് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ മോഹനേട്ടൻ അത് മൈൻഡ് ചെയ്തായിരുന്ന പോരെ. എന്റെ അടുത്ത് സംസാരിക്കാൻ വരുന്നവർ മാന്യമായിട്ടല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം. LLB എങ്ങനെയെങ്കിലും പാസ്സായി കോട്ടും തൂക്കിയിട്ട് തെക്ക് വടക്ക് നടക്കുന്ന ഒരു സാധാ വൈക്കോലല്ലേ. ഒരു ഉത്തരവാദിത്തപ്പെട്ട ഓഫീസറാണ് മോഹനേട്ടൻ. ആ അന്തസ് ഞാൻ കാണിക്കും. അതുപോലെ ആ ബഹുമാനം എന്നോടും കാണിക്കണം. ഇതൊരു നടക്കി പോകൂല. ഒരു നിവൃത്തിയില്ലാതെ വന്നപ്പോഴാണ് പാലുകാച്ചൽ വരാന്ന് മോഹനേട്ടൻ സമ്മതിച്ചെന്നുള്ള കാര്യം എനിക്കറിയാം. പക്ഷെ അതിന്റെ പേരിൽ സുമംഗലയുടെ വീട്ടിൽ വെച്ച് എനിക്കെന്തേലും പ്രശ്നം ഉണ്ടാക്കാനാണ് മോഹനേട്ടന്റെ പരിപാടിയെങ്കിൽ തിരിച്ച് ഇങ്ങോട്ടുള്ള വരവ് ഒറ്റയ്ക്കായിരിക്കും. ഞാൻ എന്റെ പാട്ടിന് പോവും. നീ ഇങ്ങനെ ദേഷ്യപ്പെടാൻ മാത്രം ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. സുമംഗല നിന്റെ കൂട്ടുകാരിയാണ്. നിന്റെ കൂട്ടുകാരുടെ വീടിന്റെ പാലുകാച്ചിന് നീ മാത്രം അങ്ങ് പോയാൽ മതിയായിരുന്നല്ലോ. എന്നാലും നിന്റെ നിർബന്ധം കാരണം ഞാനും കൂടെ വരുന്നു. അങ്ങനെ വരുമ്പോ എനിക്കൊരു പ്രയാസം ഉണ്ടാകാതെ നോക്കേണ്ട ആരാ? നീയാണ്. ഞാൻ കാരണം മോഹനേട്ടൻ ഒരു പ്രയാസം ഉണ്ടാവില്ലല്ലോ. പിന്നെ ആഘോഷം നടക്കുന്ന വീട്ടിൽ ആരും കള്ളു കുടിക്കാൻ പാടില്ല, കള്ളു കുടിച്ചവരാരും മോഹനേട്ടൻ മിണ്ടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രയാസം ഉണ്ടാക്കും. മോഹനേട്ടൻ റോഡിലൂടെ നടന്നു പോകുമ്പോ കള്ളു കുടിച്ച ഒരാൾ മുന്നിൽ വന്ന് വിട്ടിട്ടുണ്ടെങ്കിലോ അതപ്പോ മോഹനേട്ടൻ പ്രയാസം ഉണ്ടാക്കില്ലേ? ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ബാക്കി നമുക്ക് അവിടെ വെച്ച് കാണാം. ഒടുവിൽ മോഹനേട്ടൻ മര്യാദകൾ കാണിച്ചു, മോഹനേട്ടൻ എന്റെ മാനം കളഞ്ഞു എന്നൊന്നും പറയുന്നു. മോഹനേട്ടന്റെ ഉദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലായി. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഇതിൽ നിന്ന് ഒഴിവാകുക. പാലുകാച്ചൽ നടക്കുന്ന വീട്ടിൽ വന്ന് അലമുണ്ടാക്കും എന്ന് പറയുമ്പോ ഞാൻ അങ്ങ് പേടിച്ച് മോഹനേട്ടൻ വരണ്ട, ഞാൻ ഒറ്റയ്ക്ക് പൊയ്ക്കോളാം എന്ന് പറയും എന്നാണല്ലോ മോഹനേട്ടൻ പ്രതീക്ഷ. ആ പ്രതീക്ഷ നടക്കാനേ പോകുന്നില്ല. അവിടെ വന്ന് മാന്യമല്ലാതെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ നാണക്കേട് മോഹനേട്ടൻ തന്നെയായിരിക്കും. ഞാൻ മാന്യമായിട്ടല്ലാതെ ആരോടും പെരുമാറാറില്ല. അതുകൊണ്ട് എല്ലാവരും എന്നോടും മാന്യമായിട്ട് പെരുമാറണമെന്നേ ഞാൻ പറഞ്ഞോളൂ. അതിനകത്ത് ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഞാൻ തയ്യാറല്ല. അപ്പൊ ഇന്ന് സുമംഗലയുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ നടക്കും. നടക്കട്ടെ, ബാക്കി നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. ഉത്തമനാണല്ലോ. അയ്യോ, ആ രാമൻകുട്ടിയുടെ ഒരു അപേക്ഷ തയ്യാറാക്കാനുണ്ടായിരുന്നു. ഞാനത് മറന്നുപോയി. ഇനിയിപ്പോ അത് എന്ത് ചെയ്യും? അപേക്ഷ ഇന്ന് കൊടുത്തേ പറ്റൂ. അങ്ങനെ ഒരു കാര്യം ചെയ്യാം. നീ പതിയെ ആലോചിച്ചൊരു അപേക്ഷ തയ്യാറാക്ക്. പാലുകാച്ചിന് പോകുന്നതിനേക്കാൾ പ്രധാനം അതാണല്ലോ. കർമ്മമാണ് ഏറ്റവും വലുത് എന്നാണ് പ്രമാണം. എങ്ങനെയെങ്കിലും സുമംഗലയുടെ വീട്ടിൽ പോകാതിരിക്കാനുള്ള വഴി നോക്ക. അത് വേണ്ട. ഇന്ന് ആകാശം വെടിഞ്ഞു വീണിട്ടുണ്ടെങ്കിലും നമ്മൾ സുമംഗലയുടെ വീട്ടിൽ പോകും. ഈ സുമംഗലയുടെ കാര്യം അവിടെ നിൽക്കട്ടെ. നീ ആദ്യം ഉത്തമനോട് സമാനം പറയും. ഒരു വഴിയില്ല, സുമംഗലയുടെ വീട്ടിൽ പോയേ പറ്റൂ.
നമസ്കാരം വക്കീലേ. ഞാൻ വന്നതേ നമ്മുടെ മനസ്സിലായി. രാമൻകുട്ടി ചേട്ടന്റെ അപേക്ഷയുടെ കാര്യം പറയാനില്ലേ? സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ തിരക്കിനിടയിൽ ഞാനതങ്ങ് മറന്നുപോയി. എന്നെ ഒന്നും വിളിച്ചു പറഞ്ഞെന്ന് ഞാൻ ഓർക്കില്ലായിരുന്നു. അതിപ്പോ സാരല്ലോ വക്കീലേ, ഉച്ചയ്ക്ക് കൊടുത്താലും മതി അപേക്ഷ. ഞാൻ പോയിട്ട് ഉച്ചയ്ക്ക് വക്കീൽ ഓഫീസിലോട്ട് വരാം. അതുകൊണ്ടും കാര്യമില്ല, ഞാനൊന്ന് ലീവാ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, 1 മണിയാകുമ്പോ ഇങ്ങോട്ട് വരാം. അതുകൊണ്ടും വിശേഷമില്ല, ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാവില്ല. എന്റെ കൂടെ ലോ കോളേജിൽ പഠിച്ച സുമംഗലയുടെ വീടിന്റെ പാലുകാച്ചിലായിരുന്നു. ഞാനൊരു 11 മണിയാകുമ്പോഴേക്കും അങ്ങോട്ടേക്ക് പോകും. വൈകിട്ട് 5 മണിയാകുമ്പോഴേ തിരിച്ചു വരൂ. മോഹനേട്ടൻ വരുന്നുണ്ട് എന്റെ കൂടെ. മോനെ സാറാ? ചുമ്മാ ഞാൻ വിശ്വസിക്കൂല. അത് സാറിന് ആഫീസിൽ പോണ്ടേ? മോഹനേട്ടൻ ഇന്ന് ലീവാണെന്നേ. അമ്പോ, മോനയുടെ സാറ് ലീവ് എടുത്ത് വക്കീലിന്റെ കൂടെ വക്കീലിന്റെ കൂട്ടുകാരിയുടെ വീടിന്റെ പാലുകാച്ചിന് വരുന്നു. ഇതെന്ത് പറ്റി? ഉത്തമ, അതൊന്നും പറയാതിരിക്കാ നല്ലത്. സുമംഗല ഇവിടെ ഒന്ന് പാലുകാച്ചൽ പറഞ്ഞപ്പോഴേ മോഹനേട്ടൻ പറഞ്ഞതാണ് മോഹനേട്ടന് ഭയങ്കര തിരക്കാണ്, വരാൻ പ്രയാസമായിരിക്കും എന്നും പറഞ്ഞു. ഞാൻ പിന്നെ പ്രത്യേകിച്ച് തർക്കിക്കാനൊന്നും പോയില്ല. കാരണം മോഹനേട്ടൻ തർക്കിക്കാൻ പോയിട്ട് പ്രത്യേകിച്ച് കാണുമൊന്നുമില്ല, നമുക്കറിയാലോ. പക്ഷെ ഇന്നലെ അപ്രതീക്ഷിതമായിട്ട് എനിക്കൊരവസരം വന്നു. എന്തവസരം? അതല്ലേ രസം. ഇന്നലെ രാവിലെ 9 മണിയായപ്പോഴേക്കും മോഹനേട്ടൻ ഒരു കോള് വന്നു. ഹലോ, അതെ, കെ മോഹനകൃഷ്ണനാണ്. ആഹാ, ചെറിയ ഞാൻ അങ്ങോട്ട് വിളിക്കാതിരിക്കായിരുന്നു. സുമയുടെ കല്യാണക്കാര്യം എന്തായി? തീരുമാനിച്ചോ? ഞായറാഴ്ചയാണോ? ആഹാ, ശരി ശരി. ശനിയാഴ്ച വൈകുന്നേരം തന്നെ ഞാനും ഭാമ സ്ഥലത്തെത്തിയിരിക്കും. ആയിക്കോട്ടെ. ആരാ മോനേട്ടാ? ചെറിയച്ഛന് സുമയുടെ കല്യാണം തീരുമാനിച്ചു. എന്നാ മോനേട്ടാ? അടുത്ത ഞായറാഴ്ച. നമ്മൾ രണ്ടുപേരും കൂടി ശനിയാഴ്ച വൈകുന്നേരം ചെല്ലാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പോകുന്നതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ ആർക്കെ സാരീസ് ഒരു സാരി വാങ്ങിത്തരാതെ ഞാൻ വരില്ല. സാരിയോ? കല്യാണ നിശ്ചയത്തിന് പോകാൻ പുതിയ സാരി ഉടുത്തില്ലെങ്കിൽ എന്റെ മാനം പോലും മോനേട്ടാ. പുതിയ സാരി വാങ്ങി തന്നില്ലെങ്കിൽ ഞാൻ വരില്ല കേട്ടോ. എത്ര രൂപ സാരിക്ക് ഇരുന്നതോ? ഒരു 3000 രൂപയുള്ളൂ. 3000 രൂപയുടെ സാരിയോ? 3000 രൂപ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ലക്ഷം രൂപ എന്നല്ല. നല്ല സാരി കിട്ടണമെങ്കിൽ ഒരു 3000 രൂപയ്ക്ക് കൊടുക്കണം. നിന്റെ കല്യാണം നിശ്ചയമല്ലോ. ഒരു 1000 രൂപയുടെ സാരി പിടിച്ചു തരും. അതിൽ കൂടുതൽ ഒരു പൈസ ചെലവാക്കാൻ ഞാൻ തയ്യാറല്ല. ശരി, സാരി വേണ്ട. പകരം വേറെ ഒരു വ്യവസ്ഥ. എന്ത് വ്യവസ്ഥ? എന്റെ കൂടെ ലോ കോളേജിൽ പഠിച്ച സുമംഗലയുടെ പുതിയ വീടിന്റെ പാലുകാച്ചിലാണല്ലോ നാളെ. അതിന് മോഹനേട്ടൻ എന്റെ കൂടെ വരണം. അടങ്ങില്ല. ആ സുമംഗലയുടെ ഭർത്താവ് ജയൻ എന്താ ബിസിനസ് എന്നറിയാമോ? ഈ ലോകത്തിലെ സകലമാന തട്ടിപ്പിന് അയാളുണ്ട്. നികുതി വെട്ടിപ്പിന് അയാൾക്കെതിരെ കേസുണ്ടെന്ന് കഴിഞ്ഞ ആഴ്ചത്തെ പത്രത്തിലുണ്ടായിരുന്നു. അയാളുടെ വീട്ടിലെ പാലുകാച്ചിന് ഞാൻ വരില്ല. എന്റെ മോഹനേട്ട, ബിസിനസ് കയറാകുമ്പോ കേസും കൂട്ടൊക്കെ ഉണ്ടാവുന്നിരിക്കില്ലേ? ഒരൊറ്റ കേസ് പോലും ഇല്ലാത്ത ഏതൊരു ബിസിനസ് ആരമോണോ എനിക്കിത് കാണിച്ചു തരാമോ? അതുപോലെ അല്ല ഇയാള് ഭയങ്കര കള്ളനാ. നോക്കോ, വലിയ താമസമില്ലാതെ ഇയാളാത്താവും. കോടീശ്വരനായ ഒരു ബിസിനസ്സുകാരനോട് ഒരു സാധാ വില്ലേജ് ഓഫീസർക്ക് തോന്നുന്ന ഒരു അസൂയാണ് ഇതെന്നുള്ള കാര്യം എനിക്ക് നേരത്തെ അറിയാം. ജയനെ ഒരു പോലീസും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അപ്പൊ നമ്മുടെ പ്രശ്നം അതല്ലല്ലോ. ഒന്നെങ്കിൽ പാലുകാച്ചലിന് പോവാ, അല്ലെങ്കിൽ 3000 രൂപയുടെ സാരി. എന്തു തീരുമാനിച്ചു? അങ്ങനെയാണ് ബാലജിന് വരാ. ശരി, ഇനി പാലുകാച്ചലിന് വന്നില്ലെങ്കിൽ സുമയുടെ എൻഗേജ്മെന്റിന് മോഹനോട് ഒറ്റയ്ക്ക് പോകേണ്ടി വരും. അതോർത്താ നല്ലത്. ചുരുക്കി പറഞ്ഞ വക്കീല് മോഹനയുടെ സാറിനെ കുടുക്കി പിടിച്ചു എന്ന് വേണം പറയാൻ. എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു മോഹനേട്ടനോട് ഇങ്ങനെ ഒരു ചടങ്ങിന് പോകണമെന്നുള്ളത്. അതെന്തായാലും ഇങ്ങനെ നടന്നു കിട്ടി. ഭാഗ്യം. ഗതികേട് കൊണ്ടാണ് സമ്മതിച്ചെങ്കിലും എങ്ങനെയെങ്കിലും സംഗതി പൊളിക്കാനുള്ള വഴി ആലോചിച്ചോണ്ടിരിക്കുകയാണ് സാർ. പാലുകാച്ചലും ചെല്ലുമ്പോ അവിടെയുള്ള ആളുകൾ മോഹനേട്ടനോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നതിന് ഒരു പെരുമാറ്റച്ചട്ടം തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് സാറ്. അതേതെങ്കിലും തെറ്റിച്ചിട്ട് വേണം അവിടെ വെച്ച് സാറിന് ബഹളം ഉണ്ടാക്കാൻ. ബഹളം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ വില്ലേജ് ഓഫീസർ വിവരം അറിയുന്ന. അയ്യോ, നമസ്കാരം സാർ. ഞാന് നമ്മുടെ രാമൻകുട്ടി ചേട്ടന്റെ ഒരു കാര്യത്തിന് വക്കീലിനെ കാണാൻ വേണ്ടി. അല്ലല്ല, നമ്മുടെ തെക്കേലെ രാമൻകുട്ടി ചേട്ടൻ. ഉത്തമ, ഒരു 15 രൂപയ്ക്ക് ഞാൻ അപേക്ഷ എഴുതി തന്നുവിടാം. അത് ഇന്ന് തന്നെ കൊടുത്തില്ലെങ്കിൽ കാര്യം നടക്കില്ല. ഒരു വക്കീലിന്റെ കുഴപ്പം കൊണ്ട് സംഗതി കുളവായെന്നുള്ള ഒരു പരാതി ഉണ്ടാവരുതല്ലോ. സാറേ, സാറ് ലീവ് എടുത്ത് പാലുകാച്ചിന് പോണെന്ന് വക്കീൽ പറഞ്ഞ്. നന്നായി സാറേ, ഇതൊക്കെ ജീവിതത്തിൽ ഒരു ഭാഗമല്ലേ?
സാറിന് നടന്നിട്ട് ഇഷ്ടംപോലെ ലീവ് ബാക്കി കിടപ്പുണ്ട്. വക്കീലിന്റെ കൂടെ പാല് കാച്ചിന് പോകുമ്പോ വക്കീലിനും അതൊരു സന്തോഷമായിരിക്കും. ഇത്തരത്തിലുള്ള ചില പൊടിക്കൈകളല്ലേ സാറേ ദാമ്പത്യ ജീവിതത്തിന്റെ അടിസ്ഥാനം തന്നെ. ഉത്തമൻ ഇതുവരെ എത്ര കല്യാണം കഴിച്ചു? അല്ല, അത് പിന്നെ ഈ കല്യാണം കഴിഞ്ഞ് 5-6 വർഷം കുടുംബമായിട്ട് ജീവിച്ച എന്നെ കല്യാണം കഴിക്കാത്ത ഉത്തമൻ വൈവാഹിക ജീവിതത്തിന്റെ അടിസ്ഥാനം പഠിപ്പിക്കണ്ട. അല്ല, അതിപ്പോ എല്ലാ കാര്യങ്ങളും നമ്മള് അനുഭവത്തിൽ നിന്നല്ലല്ലോ സാറേ പഠിക്കുന്നത്. ഈ കിണറ്റി ചാടിയാ ചത്തുപോകും എന്ന് പറയുന്നത് നമ്മള് കിണറ്റി ചാടി നോക്കിയിട്ടല്ലല്ലോ സാറേ. ഒന്ന് ആലോചിച്ച് നോക്കിയാ ഈ വിവാഹ ജീവിതം എന്ന് പറയുന്നത് തന്നെ ഒരുമാതിരി കിണറ്റി പിടിച്ച് തള്ളിയിടുന്നതിന് തുല്യമല്ലേ? ഇന്ന് എന്നെ ബലമായി പാല് കാച്ചലിന് കൊണ്ടുപോകുന്നതിന്റെ ഫലം എന്ത് സാറേ? അവൾ അടുത്ത ഞായറാഴ്ച അറിയാൻ പോകുന്നേ ഉള്ളൂ. അതുവരെ ക്ഷമിക്കല്ലേ, വേറെ വഴിയില്ലാതെ പോയി. പോണില്ലേ? ഇവിടെ നിൽക്കാൻ പറഞ്ഞ ഹലോ, അതെ, കെ മോഹനകൃഷ്ണനാണ്. നമസ്കാരം സാർ. ഞാനിന്ന് ലീവ് എടുത്തിരിക്കുക. ഭാമയുടെ ഒരു സുഹൃത്തിന്റെ വീടിന്റെ പാല് കാച്ച്. അതെ അതെ. ഇന്നോ? അത് പ്രശ്നമാവല്ലോ സാർ. അല്ല, ഞാനില്ലാന്ന് പറഞ്ഞ ഭാമയ്ക്കത് വലിയ പ്രയാസമാവും. അതെയോ? അങ്ങനെ പിന്നെ എന്ത് ചെയ്യാനാ? ഞാൻ എത്തിക്കോളാം സാർ. കൃത്യം 11 മണിക്ക് ഞാനവിടെ ഉണ്ടാവും. ശരി സാർ. ഈശ്വര, എന്റെ എല്ലാ കണക്കൂട്ടിലും പാളി. കളക്ടർ എന്തിനകത്ത് ഇന്ന് തന്നെ ഇങ്ങോട്ട് വരുന്നത്? ഉത്തമനോട് കാര്യം പറയാം. എന്തെങ്കിലും ഒരു കുബുദ്ധി കണ്ടുപിടിക്കാൻ ഉത്തമനാ നല്ലത്. ഉത്തമ, ഒരു പ്രശ്നമുണ്ട്. ഞാൻ ഒരു ഭയങ്കര കുഴപ്പത്തിൽ ചാടിയിരിക്കുക. എന്താ സാറേ? തഹസിൽദാരെ വിളിച്ചത് കളക്ടർ ഇന്ന് ഇവിടുത്തെ താലൂക്ക് ഓഫീസിലേക്ക് വരുന്നെന്ന്. താലൂക്ക് ഓഫീസിലേക്കല്ലേ വരുന്നത്? വില്ലേജ് ഓഫീസിലോട്ടല്ലല്ലോ. എല്ലാ വില്ലേജ് ഓഫീസർമാരോടും 11 മണിയാകുമ്പോ താലൂക്ക് ഓഫീസിലേക്ക് ചെല്ലാൻ പറഞ്ഞിരിക്കുക. പോയേ പറ്റൂ. ഭാമയോട് എന്ത് പറയാം? എന്റെ സാറേ, അതാണ് പ്രശ്നം. ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന് വക്കീലിനോട് പറഞ്ഞു കഴിഞ്ഞാൽ വക്കീൽ സമ്മതിക്കും. കളക്ടർ വരുന്നതിന്റെ ഗൗരവമൊക്കെ വക്കീലിന് മനസ്സിലാവും. അത് നടക്കില്ല ഉത്തമ. ഒന്നാമത് കളക്ടർ വരുന്ന കാര്യം പറഞ്ഞാൽ അവൾ വിശ്വസിക്കില്ല. പാല് കാച്ചിന് പോകാതിരിക്കാനുള്ള വഴികൾ ഓരോന്നായി ഞാനെടുത്ത് പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ. ഇനി എന്ത് പറഞ്ഞാലും വിശ്വസിക്കില്ല. സാറേ, സംശയം ഉണ്ടെങ്കിൽ തഹസീൽദാരോട് വിളിച്ചു ചോദിക്കാൻ വക്കീലിനോട് പറഞ്ഞാലോ? അവൾ അങ്ങനെ തഹസീൽദാരെ വിളിച്ചാൽ എനിക്ക് നാണക്കേടല്ലേ? എന്റെ ഭാര്യയ്ക്ക് എന്നെ തീരെ വിശ്വാസമില്ല എന്നല്ലേ തഹസീൽദാർ വിചാരിക്കൂ. പിന്നെ സാറേ, ഈ സംഭവത്തെ പറ്റി ശിശുപാല സാറിന് അറിയാലോ? ശിശുപാലൻ അറിഞ്ഞാണോ? അപ്പൊ പിന്നെ വക്കീലിനോട് ശിശുപാല സാറിനെ വിളിക്കാൻ പറഞ്ഞാ പോരെ? ശിശുപാലൻ പറഞ്ഞാലും ഭാമ വിശ്വസിക്കില്ല. ഞാൻ ശിശുപാലനെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ് എന്ന് വിചാരിക്കും. പിന്നെ എന്തോന്ന് വഴി? സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ വക്കീലിനോട് താലൂക്ക് ഓഫീസിലോട്ട് വന്ന് നോക്കാൻ പറ. അതൊന്നും ശരിയാവില്ല. എങ്ങനെയെങ്കിലും ഭാമയെ കൊണ്ട് ഒറ്റയ്ക്ക് പാല് കാച്ചിന് പോകാൻ സമ്മതിപ്പിക്കേ വഴിയുള്ളൂ. അത് വക്കീല് സമ്മതിക്കും. പക്ഷെ അടുത്ത ആഴ്ച കല്യാണ നിശ്ചയത്തിന് സാർ ഒറ്റയ്ക്ക് പോവേണ്ടി വരും. അത് വലിയ പ്രശ്നമാവും. എന്താ വേറൊരു വഴി? ഒരു വഴിയുണ്ട്. എന്ത് വഴി? കല്യാണ നിശ്ചയത്തിന് പോകുന്ന കാര്യം പറഞ്ഞപ്പോ വക്കീൽ ആദ്യം പറഞ്ഞത് ഒരു സാരി വാങ്ങുന്ന കാര്യമല്ലേ? അതെ. സാരി വാങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴാണ് പാല് കാച്ചിൽ കയറി പിടിച്ചത്. അതെ. സാരി വാങ്ങി കൊടുക്കാമെന്ന് പറഞ്ഞത് സാരി 10,000 രൂപ. കളക്ടറുടെ മീറ്റിംഗിൽ പോകുന്നതാണോ 3000 രൂപയാണോ വലുത്? കാര്യങ്ങൾ ഇത്രയുമായ സ്ഥിതിക്ക് സാരി വാങ്ങിക്കൊടുത്താലൊന്നും അവള് വീഴില്ല. എന്നെയും കൂട്ടി പാലയച്ചിന് ചെല്ലാമെന്ന് അവള് പറഞ്ഞു പോയില്ലേ? സാറേ, എന്നാലും ഒന്ന് ശ്രമിച്ചു നോക്കിയാലാ? ഈ പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം പുതിയ സാരി, പുതിയ മാല, പുതിയ വള, ഇതൊക്കെയാണ് പ്രധാനം. ചിലപ്പോ വക്കീൽ വീണാലോ? സാറേ, ഞാൻ പറയുന്നത് പോലെ സാറിന് വക്കീലിനോട് പറയാമോ? കാര്യം നടക്കും. എങ്ങനെ? പറയാം, ശ്രദ്ധിച്ച് കേട്ടോണം. വിദ്യ,
അയ്യോ, ഞാൻ രാവിലെ കുറച്ച് തിരക്കില്ല. ആ രാമൻകുട്ടി ചേട്ടൻ്റെ അപേക്ഷ എഴുതിയില്ല. ഇപ്പൊ ഉത്തമം വന്നപ്പോഴാണ് ഓർത്തത്. ഓ, ഞാൻ 12 മണിക്ക് തന്നെ ഇവിടെ നിന്ന് ഇറങ്ങും. ഇല്ല, എന്റെ വിദ്യ. അതെയോ? എന്നിട്ട് എന്റെ ഈശ്വരാ, നീ എന്നിട്ട് സുമംഗലെ വിളിച്ചോ? ശരി, ഒരു കാര്യം ചെയ്യും, വിലാസിനെ നിന്ന് വിളിക്കേ. ഉഷ ഞാൻ വിളിച്ച് പറഞ്ഞോളാം. ശരി. എന്റെ ഈശ്വരാ, അതൊരു ചതിയായി പോയല്ലോ. ആ ഉഷേ, ഞാനാ. ഒരു പ്രശ്നമുണ്ട്. സുമംഗലയുടെ ഭർത്താവ് ജയനെതിരെ കുറെ കേസുകൾ ഉണ്ടായിരുന്നില്ലേ? അതിലൊരെണ്ണം വാറണ്ടായി. ഇന്ന് തന്നെ കോടതി ഹാജരാവണമെന്നാ പറഞ്ഞിരിക്കുന്നത്. കോടതി ഹാജരാക്കി റിമാൻഡ് ചെയ്യുന്നുള്ള കാര്യം ഉറപ്പാ. അതുകൊണ്ട് പാലുകാച്ചിനെ മാറ്റിവെച്ചു. പുതിയ തീയതി പിന്നെ അറിയിക്കാന്നാ പറഞ്ഞത്. നീ പരിചയമുള്ളവരേക്ക് ഒന്ന് വിളിച്ച് പറഞ്ഞേക്കണേ. ഓ ശരി. എന്റെ ഭഗവാനേ, ഇതിൽ പിടപെട്ട് പെട്ടുപോകാൻ പോകുന്ന ഞാനാണല്ലോ. അപ്പൊ നമ്മുടെ പ്രശ്നം അതല്ലല്ലോ. ഒന്നെങ്കിൽ പാലുകാച്ചലിന് പോവാ, അല്ലെങ്കിൽ 3000 രൂപയുടെ സാരി. എന്ത് തീരുമാനിച്ചു? അങ്ങനെയാണെങ്കിൽ ബാലജന് വരാ. ശരി. ഇനി പാലുകാച്ചലിന് വന്നില്ലെങ്കിൽ സുമയുടെ എൻഗേജ്മെന്റിന് മോഹനോട് ഒറ്റയ്ക്ക് പോകേണ്ടി വരും. അതോർത്താ നല്ലത്. സംഭവം മോഹനോട് എന്നെ ബാക്കി വെച്ചേക്കില്ല. രാവിലെ ഇറന്ന് ചുമ്മാ പുറകെ നിന്ന് പ്രകടിപ്പിക്കുകയും ചെയ്തു. എന്താ ഇപ്പൊ ചെയ്യാ? ഹലോ, അതെ. ആ സാർ പറയണം. ഞാൻ ലീവായിരുന്നു. സാറല്ലേ, ഞാൻ 11 മണിക്ക് താലൂക്ക് ഓഫീസിൽ എത്തിക്കൊള്ളാം. എന്തുപറ്റി? അതെയോ? ഏത് ഹോസ്പിറ്റലിൽ സാർ? സഹദേവനെ ഞാൻ വിളിച്ചു പറഞ്ഞോളാം. സഹദേവ, ഞാനാ മോഹനകൃഷ്ണൻ. കളക്ടർക്ക് നല്ല പനിയായതുകൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. അതുകൊണ്ട് ഇന്നത്തെ യോഗം മാറ്റിവെച്ചു. തഹസിൽദാരെ വിളിച്ച് പറഞ്ഞത്. അതെ അതെ. ആ മോഹനേട്ടൻ എവിടെ? ഒരു ഫോൺ വന്ന് സാർ അത് എടുക്കാൻ വേണ്ടി പോയി. അപേക്ഷ എഴുതിയില്ലേ വക്കീലേ? അപേക്ഷ ഒന്നും അല്ല ഉത്തമ ഇപ്പത്തെ പ്രശ്നം. ഞാനൊരു വലിയ ധർമ്മസങ്കടത്തിൽ പെട്ടിരിക്കുക. ധർമ്മസങ്കടോ? സുമംഗലയുടെ വീടിന്റെ പാലുകാച്ചിനെ മാറ്റിവെച്ചു. അയ്യോ, മാറ്റിവെച്ചാ? ആ, അവളുടെ ഭർത്താവിനെതിരെ ഏതൊരു കേസിൽ അറസ്റ്റ് വാറണ്ട്. ഇന്ന് തന്നെ വാറണ്ട് നടത്തണമെന്നാ കോടതി പറഞ്ഞിരിക്കുന്നത്. അവനെ പാലുകാച്ചിനെ മാറ്റിവെക്കാലോ, വേറെന്താ വഴി? അപ്പൊ സംഗതി സൗകര്യമായല്ലോ വക്കീലേ. ഇനി മോഹനേഴ് സാറിന് ആഫീസിൽ പോവാം, വക്കീലിന് ഇവിടെ ഇരുന്ന് സ്വസ്ഥമായിട്ട് അപേക്ഷ എഴുതാം. അതല്ല ഉത്തമ പ്രശ്നം. സുമംഗലയുടെ ഭർത്താവ് ജയനെ പറ്റി മോഹനേട്ടൻ പറഞ്ഞതല്ല അച്ചട്ടായില്ലേ ഇപ്പോ? ഇനിയിപ്പൊ ഞാനത് പറയുമ്പോ മോഹനേട്ടൻ എന്നെ കളിയാക്കി കൊല്ലും. രക്ഷപ്പെടാൻ ഒരു വഴി പറഞ്ഞതാ ഉത്തമ. ഞാൻ ഒരു വഴി പറഞ്ഞുതരാം. പക്ഷെ വഴി പറഞ്ഞു തന്നത് ഞാനാണെന്ന് പറയരുത്. വക്കീലിനെ ഞാൻ ഇപ്പൊ സഹായിക്കുന്നതിന് നന്ദി വക്കീൽ എപ്പോഴെങ്കിലും ചെയ്താൽ മതി. എന്താ വഴിന്ന് പറ. അതായത് അന്ന് സാരി വാങ്ങി തരില്ല എന്ന് മോഹനയുടെ സാറ് പറഞ്ഞപ്പോഴാണല്ലോ പാല് കാച്ചിന് വരാന്ന് വക്കീൽ പറഞ്ഞത്. ഇനി ഇപ്പൊ പാല് കാച്ചിന്റെ പ്രശ്നം ഇല്ല. അപ്പൊ പിന്നെ സാരി തന്നെ മതി എന്നങ്ങ് പറയണം. പാല് കാച്ചിന് വന്ന് സാർ വിഷമിക്കണ്ട, സാരി തന്ന ഞാൻ ഒതുങ്ങിക്കോളാമേ എന്ന് വക്കീല് പറഞ്ഞു നോക്ക്. ഉത്തമൻ എന്ത് മണ്ടത്തരായി പറയുന്നത്? സാരി വാങ്ങാൻ പൈസ മുടക്കാൻ വയ്യാത്തത് കൊണ്ടല്ലേ പാല് കാച്ചല വരാന്ന് മോനോട് പറഞ്ഞത്. ഇനിയിപ്പോ പാല് കാച്ചല വരണ്ട, സാരി മതി എന്ന് പറഞ്ഞിട്ട് മോഹനത് സമ്മതിച്ചു തരുമോ? സമ്മതിക്കും, ഞാനല്ലേ പറയുന്നത്. സമ്മതിക്കാൻ പോണില്ല. എന്നോട് ഉറപ്പിച്ച് പറഞ്ഞല്ലേ സാരി വാങ്ങിത്തരാൻ പറ്റില്ല എന്ന്. അതന്നല്ലേ വക്കീലേ, ഇതിപ്പോ ഇന്നല്ലേ. ചിലപ്പോ സാരി വാങ്ങിത്തരാൻ സാറ് തയ്യാറായിരിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, പാല് കാച്ച് മാറ്റിവെച്ച കാര്യം യാതൊരു കാരണവശാലും സാർ അറിയരുത്. പക്ഷെ ഉത്തമ അത് വക്കീല്, സാർ ഇപ്പൊ ഇറങ്ങി വരും. അപ്പൊ വക്കീല് പറയണം പാല് കാച്ചിന് വരാൻ മോഹനേട്ടന് ഇഷ്ടമില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. ഇഷ്ടമില്ലാത്ത കാര്യം ഞാനായിട്ട് നിർബന്ധിക്കുന്ന എന്തിനാണ്? ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം, പകരം അന്ന് പറഞ്ഞ സാരി എനിക്ക് കിട്ടിയാ മതി എന്ന് പറയണം.
അത് കേൾക്കുമ്പോ മോനയുടെ സാറ് എന്ന് പറയും, സമ്മതിച്ചു, സാരി ഇന്ന് തന്നെ വാങ്ങിച്ചോ എന്ന്. എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു. വക്കീലെ, ഈ വിവാഹ ജീവിതത്തിലെ ചില തന്ത്രപരമായ നീക്കങ്ങളെ കുറിച്ച് വക്കീലിന് വേണ്ട വിധത്തിലുള്ള അറിവില്ലാത്തത് കൊണ്ടാണ് വക്കീൽ ഇതൊക്കെ തോന്നുന്നത്. സാർ വരുന്നുണ്ട്, മറ്റേ ഡയലോഗ് കാച്ചു കൊടുക്കും. ഞാനൊരു കാര്യം പറഞ്ഞു, നീ എതിർത്തൊന്നും പറയരുത്. എനിക്കറിയാം മോഹനേട്ടൻ എന്നോട് പാല് കാച്ചൽ വരാൻ താല്പര്യമില്ല എന്നല്ലേ. ഇനിയിപ്പൊ ഞാനായിട്ട് നിർബന്ധിക്കുന്നില്ല, മോഹനേട്ടൻ വരണ്ട. പകരം എനിക്ക് ആ സാരി വാങ്ങി തന്നാ മതി. ഏത് സാരി? അന്ന് ഞാൻ പറഞ്ഞില്ലേ 3000 രൂപയുടെ ഒരു സാരിയുടെ കാര്യം, അത് തന്നെ. ഇപ്പൊ സാരി വാങ്ങേണ്ട കാര്യം എന്താ? സാറെ, രോഗി ഇച്ഛിച്ചതും പാല്, വൈദ്യൻ കൽപ്പിച്ചതും പാല്. സാറാ സാരി വാങ്ങി കൊടുക്കാന്ന് പറഞ്ഞ പ്രശ്നം തീരുമല്ലോ. അത് പ്രശ്നം തീർക്ക്. സാരി വാങ്ങി കൊടുക്കാൻ പറ്റുന്ന ഞാൻ അന്നേ പറഞ്ഞല്ലേ. സാറിന് കളക്ടർ യോഗത്തിന് പോണ്ടേ? വേണ്ട ഉത്തമ, യോഗമൊക്കെ മാറ്റി വെച്ചു. യോഗം മാറ്റി വെച്ചൊന്ന്. എന്താ മോനേട്ടാ? അമ്മേ, നീ വേഗം ഉത്തമനുള്ള അപേക്ഷ കൊടുക്കുക. എന്നിട്ട് വാ, നമുക്ക് പാലേജിന് പോവാം. അല്ല, പെട്ടെന്നാവട്ടെ അല്ലേ ഉത്തമ? ഇനി ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ രാമൻകുട്ടി ചേട്ടന്റെ അപേക്ഷ വക്കീൽ എഴുതിയിട്ടെ, വക്കീൽ അത് ആരുടെയെങ്കിലും കയ്യിലും കൊടുത്തു വിട്ടാ മതി. എനിക്കാണെങ്കിൽ ഭയങ്കര അത്യാവശ്യം, പോയിട്ട് ആരെങ്കിലും കൊടുത്തു വിട്ടാ മതിയേ. നമുക്ക് 11 മണിക്കല്ലേ പോണ്ടത്? എന്തുപറ്റി? സുമംഗലയുടെ ഭർത്താവിനെ പോലീസ് പിടിച്ചു, അതുകൊണ്ട് പാലുകാച്ചൽ മാറ്റി വെച്ചു. ഇനി ഇത് പറഞ്ഞ് എന്നെ മോനോട്ടൊന്നും പറയാൻ പാടില്ല, പ്ലീസ്. ഞാൻ കുറെ നേരമായിട്ട് മോനോട്ടെ കളിയാക്കിക്കൊണ്ടിരിക്കുകയല്ലേ, പക്ഷെ അതൊന്നും തിരിച്ചു പറയാൻ പാടില്ല. ഇതിൽ ഞാൻ തോറ്റു. എല്ലാവരുടെയും എല്ലാ കണക്കുകൂട്ടലുകളും എല്ലായ്പ്പോഴും ശരിയാവണമെന്നില്ല. തെറ്റിപ്പോയ കണക്കുകൾ വളഞ്ഞ വഴിയിൽ ശരിയാക്കാൻ നോക്കുമ്പോൾ ശരിയായ കണക്കും തെറ്റിപ്പോകാൻ സാധ്യതയുണ്ടെന്നാണ് ഈ കഥ പഠിപ്പിക്കുന്നത്. ഇനിയെങ്കിലും കണക്കുകൾ ശരിയായി കൂട്ടാൻ ഇവർക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ച് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസ്സാരം തുടരുന്നു.